ഇന്ന് ഡിസംബർ 16 ബംഗ്ലാദേശ് വിജയ് ദിവസ്. പാകിസ്ഥാനെതിരെ ഭാരത സൈന്യം നേടിയ വിജയത്തിന്റെയും ബംഗ്ലാദേശ് എന്ന സ്വതന്ത്ര രാജ്യത്തിന്റെ പിറവിയുടെയും 53-ാം വാർഷികം. 1971 യുദ്ധത്തിൽ നമ്മുടെ സൈന്യത്തിന്റെ ശൗര്യത്തിന് മുന്നിൽ പാകിസ്ഥാൻ സൈന്യം കീഴടങ്ങിയതോടെയാണ് ബംഗ്ലാദേശിന്റെ രൂപീകരണം സാധ്യമായത്. ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ബംഗ്ലാദേശ് വിജയ് ദിവസ് ആഘോഷത്തിലാണ്, രാജ്യം അനുസ്മരണ വേളയുമാണ്. ബംഗ്ലാദേശ് വിജയ് ദിവസ് ആഘോഷ പരിപാടികൾക്ക് കൊൽക്കത്തയിൽ തുടക്കമായിരിക്കുകയാണ്. കൊൽക്കത്തയിൽ വിജയ് സ്മാരകത്തിൽ കര, വ്യോമ, നാവികസേനയുടെ ഉദ്യോഗസ്ഥരുമൊപ്പം ബംഗ്ലാദേശ് പ്രതിനിധി സംഘവും ചേർന്നുകൊണ്ട് പുഷ്പചക്രം അർപ്പിച്ചു. രാജ്യത്ത് ബംഗ്ലാദേശ് വിജയ് ദിവസവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി, ആ ചരിത്രത്തെ ഓർമ്മിപ്പിക്കുന്ന, അന്ന് ജീവൻ നൽകിക്കൊണ്ട് ആ യുദ്ധം വിജയിപ്പിച്ച സൈനികരെ അനുസ്മരിക്കുന്ന ഏറ്റവും വലിയ പരിപാടി നടക്കുന്നത് കൊൽക്കത്തയിലാണ്. ഇന്ത്യൻ ആർമിയുടെ ഈസ്റ്റേൺ കമാൻഡ് ആസ്ഥാനത്താണ് പരിപാടി നടക്കുന്നതായി. വിജയ് സ്മാരകത്തിൽ ഇപ്പോൾ പുഷ്പചക്രം സമർപ്പിച്ചിരിക്കുകയാണ്. വ്യോമ, കര, നാവികസേനയുടെ ഉന്നത ഉദ്യോഗസ്ഥരൊപ്പം ബംഗ്ലാദേശിൽ നിന്ന് എത്തിയിട്ടുള്ള, അന്ന് ഗൊറില്ല യുദ്ധത്തിൽ പങ്കാളികളായിട്ടുള്ള പ്രതിനിധികൾ, ഒപ്പം നിലവിൽ ബംഗ്ലാദേശ് സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം 9 പേരാണ്, 9 അംഗ ബംഗ്ലാദേശ് പ്രതിനിധി സംഘമാണ് ബംഗ്ലാദേശ് വിജയ് ദിവസ് ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഭാരതത്തിലെത്തിയത്, കൊൽക്കത്തയിലെത്തിയത്. കൊൽക്കത്തയിൽ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഈ വിജയ് ദിവസവുമായി ബന്ധപ്പെട്ട സൈന്യത്തിന്റെ പരിപാടികൾ, അനുസ്മരണ പരിപാടികളും ആഘോഷ പരിപാടികളും ആരംഭിച്ചിരുന്നു. രാവിലെ അല്പസമയങ്ങൾക്ക് മുൻപാണ് വിജയ് സ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചത്. ഉച്ചയ്ക്ക് ശേഷമാണ് സൈന്യത്തിന്റെ പ്രത്യേക പ്രദർശനം ഈ സൈനിക പരിശീലന കേന്ദ്രത്തിൽ നടക്കുന്നത്. അവിടെ മുഖ്യമന്ത്രി മമതാ ബാനർജി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും എന്നുള്ളതാണ് ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. ബംഗ്ലാദേശ് വിജയ് ദിവസവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെയും ബംഗ്ലാദേശ് എന്ന പരമാധികാര രാഷ്ട്രത്തിന്റെ ജനനം, ഒപ്പം അതിൽ ഭാരതം കൊടുത്തിട്ടുള്ള വില എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനമായി ഈ ദിവസം ഓർത്തെടുക്കേണ്ടത്. 1947 ഭാരതത്തെ വെട്ടിമുറിച്ച വിഭജന ദിവസം മുതൽ തന്നെ കിഴക്കൻ പാകിസ്ഥാൻ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവിടുത്തെ ജനങ്ങൾ, അവർക്ക് സ്വയം ഭരണാവകാശം വേണം, അല്ലെങ്കിൽ അതൊരു പ്രത്യേക രാജ്യമായി മാറണമെന്ന ആവശ്യങ്ങൾ അന്നേ ഉയർന്നിരുന്നു. കാരണം ഇസ്ലാം മത വിശ്വാസികൾ ഭൂരിപക്ഷമാണെങ്കിലും ബംഗ്ലാ ഭാഷ സംസാരിക്കുന്നവർ, ജീവിത രീതി, സംസ്കാര ശൈലി അതെല്ലാം വ്യത്യസ്തമായതിനാൽ തന്നെ അവിടെ പ്രത്യേകമായ രാജ്യം വേണം എന്ന ആവശ്യം ഉയർന്നിരുന്നു. പിന്നീട് നടന്നിട്ടുള്ള ചരിത്രം നമുക്ക് മുൻപിൽ ാണ്. 60കളിലും 70ന്റെ തുടക്കത്തിലും നടന്നിട്ടുള്ള സായുധ പോരാട്ടം, കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന് ഭാരതത്തിലേക്ക് എത്തിയ നിലയ്ക്കാത്ത അഭയാർത്ഥി പ്രവാഹം, അതേ തുടർന്ന് ഭാരതത്തിന്റെ ഇടപെടൽ, 1971 ഡിസംബറിൽ ഏകദേശം 13 ദിവസത്തിലധികം നീണ്ടുനിന്ന ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തുറന്ന യുദ്ധം. അതിന്റെ ഏറ്റവും ഒടുവിലാണ് പാകിസ്ഥാൻ സൈന്യം ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ അടിയറവ് പറഞ്ഞുകൊണ്ട് കീഴടങ്ങൽ കരാർ, ഉടമ്പടി ഉണ്ടാക്കുകയും ആ ഉടമ്പടിയുടെ ഭാഗമായി ബംഗ്ലാദേശ് എന്ന പുതിയ രാഷ്ട്രം രൂപപ്പെടുകയും ചെയ്തത്. വർഷങ്ങൾക്ക് ശേഷം 53 വർഷങ്ങൾ പിന്നിടുമ്പോൾ ആ ബംഗ്ലാദേശിൽ എത്രത്തോളം ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ സംരക്ഷിതമാണ് എന്നത് വലിയ ചോദ്യമായി നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ബംഗ്ലാദേശ് വിജയ് ദിവസിന്റെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. വിമോചനത്തിന് ശേഷം ബംഗ്ലാദേശ് രൂപം കൊള്ളുമ്പോൾ 22% മുകളിൽ ഉണ്ടായിരുന്ന ഹിന്ദു വിഭാഗത്തിന്റെ ജനസംഖ്യ അവിടെ 7% താഴേക്ക് എത്തുന്നു. പാഴ്സിയും ജൈനും ക്രിസ്ത്യനും ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായി ഒതുങ്ങുകയാണ്. ഒന്നുകിൽ പലായനം ചെയ്യുക, അതല്ലെങ്കിൽ മതം മാറുക, അതല്ലെങ്കിൽ കൊല്ലപ്പെടുക എന്ന സ്ഥിതിയാണ് ഈ ബംഗ്ലാദേശ് മേഖലയിൽ ന്യൂനപക്ഷങ്ങൾ നേരിടേണ്ടി വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെ ആദ്യം ആരംഭിച്ച തൊഴിൽ സംവരണവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം, പിന്നീട് അതൊരു വലിയ ഹിന്ദു വംശഹത്യയായി, ന്യൂനപക്ഷ വേട്ടയായി മാറിയതും കഴിഞ്ഞ ദിവസങ്ങളിലെ റിപ്പോർട്ടുകളിലൂടെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. ആ വിഷയത്തിലും ഭാരതം ശക്തമായ ഇടപെടലുകൾ നടത്തുകയാണ്. എപ്പോഴും അയൽ രാജ്യങ്ങളിൽ ഏതു തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുമ്പോഴും ജനങ്ങൾ അവരുടെ ജീവന് ഭീഷണി നേരിട്ടുകൊണ്ട്, വിവേചനം നേരിട്ടുകൊണ്ട് അഭയാർത്ഥികളായി എത്തുമ്പോൾ അവരെ സ്വീകരിക്കുകയും അത്തരം പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കുന്നതിന് മുൻപിൽ നിൽക്കുന്ന നിലപാടാണ് ഭാരതം തുടക്കം മുതൽ തന്നെ സ്വീകരിച്ചിട്ടുള്ളത്. അത്തരത്തിൽ വലിയൊരു നിലപാടിന്റെ, വലിയൊരു ശരിയുടെ ഭാഗമായിട്ടായിരുന്നു ബംഗ്ലാദേശ് എന്ന രാഷ്ട്രം രൂപം കൊണ്ടതെങ്കിൽ ഇന്ന് ആ ബംഗ്ലാദേശിൽ ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾ കൊടിയ വിവേചനം നേരിടുന്നു, അതിക്രമം നേരിടുന്നു, ഒന്നുകിൽ പലായനം ചെയ്യേണ്ടി വരുന്നു, അതല്ലെങ്കിൽ കൊല്ലപ്പെടുന്നു, അവരുടെ ആരാധനാലയങ്ങൾ തകർക്കുന്നു. അതിനെതിരെ ഭാരതം വലിയ ശബ്ദം ഉയർത്തുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ബംഗ്ലാദേശ് വിജയ ദിവസവുമായി ബന്ധപ്പെട്ട് 1971 ഇരു രാജ്യങ്ങൾ, ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധവും അതിൽ ജീവൻ നൽകിക്കൊണ്ട് ആ യുദ്ധം വിജയിപ്പിച്ച
നമ്മുടെ രാജ്യത്തിന്റെ സൈനികരെയും അനുസ്മരിച്ചുകൊണ്ടാണ് ബംഗ്ലാദേശ് വിജയ് ദിവസ് കടന്നുപോകുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട പരിപാടികൾക്ക് കൊൽക്കത്തയിൽ ഇന്ത്യൻ ആർമിയുടെ ഈസ്റ്റേൺ കമാൻഡ് ആസ്ഥാനത്ത് തുടക്കമായിരിക്കുകയാണ്. അനു.